ഇതിൽ പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് എന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരില്ല. പക്ഷേ പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രൊജക്ഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻസിന്റെ പ്രോബ്ലം കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, ഒരു പോയിന്റിന്റെ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് എന്നൊക്കെയാണ് പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സിലേക്ക് വരുന്നത്. സാധാരണ കോളേജിൽ പ്ലെയിനിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നൊക്കെ ആയിരിക്കും കാണിക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് പോയിന്റ്സ് ക്ലിയർ ആയിട്ട് അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇതേ പോയിന്റ്സ് തന്നെ നമ്മൾ ലൈൻസിലേക്ക് കൊണ്ടുവരുമ്പോൾ കൺഫ്യൂഷൻ ആയിരിക്കും, ഫ്രണ്ട് വ്യൂയും ടോപ്പ് വ്യൂയും മാറിപ്പോവാറുണ്ട്. ഓക്കെ, പൊതുവെ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ എങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന എന്ന് നോക്കാം. ഇപ്പൊ ഫ്രണ്ട് വ്യൂ ആണെങ്കിൽ ഏതാണോ ലെറ്റർ അതിന്റെ ലോവർ കേസ് ലെറ്റർ മുകളിലൊരു ഡാഷ് എന്ന് പറയും. ടെക്നിക്കലി ഇതിന് പറയുന്ന പ്രൈം എന്നാണ്. ലോവർ കേസ് ലെറ്റർ വിത്ത് എ സിംഗിൾ പ്രൈം. ഓക്കെ, നമ്മൾ ഡാഷ് ഡാഷ് എന്ന് പറയുന്നതേ ഉള്ളൂ. ആ ഡാഷ് തന്നെ ഉപയോഗിക്കാം. ഒരു ലെറ്ററിന്റെ മുകളിൽ ഒരു ഡാഷ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ മീനിങ് അത് ഫ്രണ്ട് വ്യൂ ആണ്. അതായത് ഫ്രണ്ട് വ്യൂവിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ലെറ്ററിന്റെ മുകളിൽ നമ്മൾ ഡാഷ് ഇട്ടിട്ടാണ്. ടോപ്പ് വ്യൂ ആണെങ്കിലോ ലോവർ കേസ് ലെറ്റർ മാത്രമായിരിക്കും. അതേ തന്നെ സൈഡ് വ്യൂ, അതിനെ തന്നെ എൻഡ് വ്യൂ എന്നും പറയാറുണ്ട്. രണ്ടും ഒന്ന് തന്നെയാണ്, സൈഡ് വ്യൂ അല്ലെങ്കിൽ എൻഡ് വ്യൂ. അതിന് നമ്മൾ ഡബിൾ പ്രൈം യൂസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ഡബിൾ ഡാഷ് യൂസ് ചെയ്തിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ലെറ്റേഴ്സ് എല്ലാം ലോവർ കേസ് ലെറ്റർ ആയിരിക്കണം, ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യരുത്. അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ് ക്യാപിറ്റൽ ലെറ്റർ. പക്ഷെ അതിന്റെ പ്രൊജക്ഷൻ വരയ്ക്കുമ്പോൾ ലോവർ കേസ് ലെറ്റർ സ്മോൾ ലെറ്ററിൽ വേണം എപ്പോഴും പോയിന്റ്സ് എഴുതാൻ. ഓക്കെ, ഇനി പോയിന്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ 4 ക്വാഡ്രന്റിലുള്ള പ്രൊജക്ഷൻ ആണ് നമുക്ക് മെയിൻ ആയിട്ടും വരാൻ. സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്. ഓക്കെ, ഈ 4 ക്വാഡ്രന്റിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത് HP എന്നും VP എന്നും തരുന്ന ഡിസ്റ്റൻസ് അനുസരിച്ചിട്ടാണ്. അതായത് ഒരു ഒബ്ജക്റ്റ് ഏത് ക്വാഡ്രന്റിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഏത് ക്വാഡ്രന്റ് ആണ് എന്നുള്ളത് HP എന്നും VP എന്നും തരുന്ന ഡിസ്റ്റൻസ് ആയിരിക്കും. ഇപ്പൊ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണെങ്കിൽ നമ്മൾ പറയാ എബോവ് HP. അതേപോലെ ഇൻ ഫ്രണ്ട് ഓഫ് VP, ഇൻ ഫ്രണ്ട് ഓഫ് VP. ഇനി അതന്നെ സെക്കൻഡ് ക്വാഡ്രന്റ് ആണെങ്കിൽ ഇൻ ഫ്രണ്ട് എന്നുള്ളത് ബിഹൈൻഡ് VP ആയി മാറും. എബോവ് എന്നുള്ളത് എബോവ് തന്നെയായിരിക്കും, എബോവ് HP തന്നെയായിരിക്കും. അതന്നെ തേർഡ് ക്വാഡ്രന്റിലേക്ക് വരുമ്പോൾ എബോവ് HP എന്നുള്ളത് ബിലോ HP ആയി മാറും. VP എന്നുള്ളത് ബിഹൈൻഡ് VP എന്നായിരിക്കും. അതന്നെ ഫോർത്ത് ക്വാഡ്രന്റിലേക്ക് വരുമ്പോൾ അത് ഇൻ ഫ്രണ്ട് ഓഫ് VPയും ബിലോ HP ആയി മാറും. കണ്ടോ, ബിലോ HP, എബോവ് HP, ഇൻ ഫ്രണ്ട് ഓഫ് VP, ബിഹൈൻഡ് VP. ഇതിന്റെ ഒരു കോമ്പിനേഷൻ ആണ് എല്ലാ ക്വാഡ്രന്റിലും ഉള്ളത്. ഓക്കെ, അപ്പൊ ഈ ക്വാഡ്രന്റ് അനുസരിച്ച് നമ്മൾ ഫ്രണ്ട് വ്യൂയുടെ പൊസിഷൻ എവിടെയാണ്, ടോപ്പിയുടെ പൊസിഷൻ എവിടെയാണ്, അതാണ് മെയിൻ ആയിട്ടും നോക്കേണ്ടത്. അതിന് കോളേജിൽ പറഞ്ഞു തരാറുള്ളത് ഈ പ്ലെയിനിനെയൊക്കെ റൊട്ടേറ്റ് ചെയ്തിട്ടായിരിക്കും. അതാണ് ശരിക്കുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ 4 പോയിന്റ് ആണ് ഈ 4 ക്വാഡ്രന്റ് എടുത്താലും ഉണ്ടാകുന്നത്. ഒന്ന് എബോവ് HP, 2 ബിലോ HP, 3 ഇൻ ഫ്രണ്ട് ഓഫ് VP, 4 ബിഹൈൻഡ് VP. ഇതല്ലാതെ വേറൊരു ഡിസ്റ്റൻസും കാണില്ല. എബോ HP, ബിലോ HP എന്നേ പറയുള്ളൂ. കാരണം ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പ്ലെയിൻ ആയതുകൊണ്ട് തന്നെ ഒന്നുകിൽ അതിന്റെ മുകളിലേക്ക് നമുക്ക് ഡിസ്റ്റൻസ് എടുക്കാം, അല്ലെങ്കിൽ താഴെ എടുക്കാം. ഇൻ ഫ്രണ്ട് ഓഫ് HP എന്നൊരിക്കലും പറയാറില്ല. അതുപോലെ ബിഹൈൻഡ് HP എന്നും പറയാറില്ല. HP ആണെങ്കിൽ എബോ HP അല്ലെങ്കിൽ ബിലോ HP. അതേപോലെ തന്നെ VP ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഒന്നെങ്കിൽ ഇൻ ഫ്രണ്ട് ഓഫ് VP, വെർട്ടിക്കൽ പ്ലെയിനിന് ഫ്രണ്ടില് അല്ലെങ്കിൽ അതിന്റെ പുറകില്, ബിഹൈൻഡ് VP അല്ലെങ്കിൽ ഇൻ ഫ്രണ്ട് ഓഫ് VP. എബോവ് VP എന്നോ ബിലോ VP എന്നോ പറയാറില്ല. ഓക്കെ, അപ്പൊ ഈ 4 പോയിന്റ് എങ്ങനെ മാർക്ക് ചെയ്യുന്നു എന്നാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ തൽക്കാലം ഈ പോർഷൻ ഡിലീറ്റ് ചെയ്യണം.
ഇത് പോയിന്റ്സിന്റെ കേസിൽ മാത്രമല്ല, ലൈൻസ് ആയാലും സോളിഡ്സ് ആയാലും ഈവൻ സെക്ഷൻ ഡെവലപ്മെന്റ് ഏതിലേക്ക് വന്നാലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എക്സ്വ ലൈൻ. എക്സ്വ ലൈനെ എച്ച് പി ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോഴാണ് നമ്മൾ എബോ എച്ച് പി എന്നും ബിലോ എച്ച് പി എന്ന് പറയുന്ന ഡിസ്റ്റൻസും നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അതായത് എബോ എച്ച് പിയിൽ ഒരു ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ എക്സോ ലൈൻ എന്നാണ് നമ്മൾ മാർക്ക് ചെയ്യാറുള്ളത്. ബിലോ എച്ച് പി എന്ന് പറഞ്ഞിട്ട് ഒരു ഡിസ്റ്റൻസ് എടുക്കുകയാണെങ്കിലും എക്സോ ലൈൻ എന്നാണ് മാർക്ക് ചെയ്യാറ്. അതായത് ഈ എക്സോ ലൈനെ എച്ച് പി ആയിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഈ രണ്ട് ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നത്. അപ്പൊ എപ്പോഴാണ് ഒരു എച്ച് പി ഒരു ലൈൻ ആയിട്ട് തോന്നുന്നത്? എക്സ് വൈ എന്ന് പറയുമ്പോൾ ഒരു ലൈൻ ആണത്. ഓക്കെ, ഹൊറിസോണ്ടൽ പ്ലെയിൻ ഒരു ലൈൻ ആയിട്ട് കാണുന്നത് ഏത് വ്യൂ കൺസിഡർ ചെയ്യുമ്പോഴാണ്? അത് എപ്പോഴും നോട്ട് ചെയ്ത് വെക്കുക, ഫ്രണ്ട് വ്യൂ കൺസിഡർ ചെയ്യുമ്പോഴാണ്. അതായത് ഒരു പ്ലെയിൻ ഹൊറിസോണ്ടലി നമ്മൾ പിടിക്കുന്നു, ഇതൊരു ലൈൻ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് എപ്പോഴും ഫ്രണ്ട് വ്യൂലാണ്. ഓക്കെ, അതായത് എപ്പോഴൊക്കെ നമ്മൾ എക്സ്വ ലൈനെ എച്ച് പി ആയിട്ട് കൺസിഡർ ചെയ്യുന്നു, നമ്മൾ വരയ്ക്കുന്നതെല്ലാം ഏത് വ്യൂ ആയിരിക്കും? ഫ്രണ്ട് വ്യൂ ആയിരിക്കും. നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. ഓക്കെ, പോയിന്റ്സിലേക്ക് മാത്രമല്ല, ലൈൻസിലേക്ക് വന്നാലും സോളിഡ്സിലേക്ക് വന്നാലും നിങ്ങൾ പഠിക്കാൻ പോകുന്ന സെക്ഷൻ ഡെവലപ്മെന്റ്, ഐസോമെട്രി, ഇതിലൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ് എപ്പോഴാണോ നമ്മൾ ഒരു എക്സ്വ ലൈനെ എച്ച് പി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, നമ്മൾ വരയ്ക്കുന്നത് ഫ്രണ്ട് വ്യൂ ആയിരിക്കും. കാരണം ഫ്രണ്ട് വ്യൂയിലാണ് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പ്ലെയിൻ നമുക്കൊരു ലൈൻ ആയിട്ട് തോന്നാം. ഇത് ക്ലിയർ ആയിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ വി പി ഒരു ലൈൻ ആയിട്ട് തോന്നുന്ന ഏത് വ്യൂ ആയിരിക്കും? ടോപ്പ് വ്യൂ. കാരണം നമ്മൾ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, എക്സ്വ ലൈനെ എച്ച് പി ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ വരയ്ക്കുന്നത് ഫ്രണ്ട് വ്യൂ. എക്സ്വ ലൈനെ വി പി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ വരയ്ക്കുന്നത് ടോപ്പ് വ്യൂ ആയിരിക്കും. ക്ലിയർ അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കാരണം ഞാൻ മെസ്സേജ് ഇടുന്നത് ചിലപ്പോൾ എനിക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ എബോ എച്ച് പി, ബിലോ എച്ച് പി, ഈ രണ്ട് ഡിസ്റ്റൻസിലും നമ്മൾ മാർക്ക് ചെയ്യുന്നത് എന്തായിരിക്കും? ഡാഷ് വരുന്ന പോയിന്റ് ആയിരിക്കും. കാരണം ഫ്രണ്ട് വ്യൂ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ലോവർ കേസ് ലെറ്റർ വെച്ച് ആണ്. ലോവർ കേസ് ലെറ്ററും അതിന്റെ കൂടെ ഒരു ഡാഷ് കൂടി വരും. അങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുള്ളത്. ഇനി ഇപ്പൊ ഇത് ഫ്രണ്ട് വ്യൂ ആണെന്ന് ക്ലിയർ ആയി. എബോ എച്ച് പി എന്ന് പറയുന്ന ഡിസ്റ്റൻസും ബിലോ എച്ച് പി എന്ന് പറയുന്ന ഡിസ്റ്റൻസും ഡാഷ് വരുന്ന പോയിന്റ് ആണെന്ന് മനസ്സിലായി. ഇനി ഇതിന്റെ പൊസിഷൻ, അതായത് എക്സ്വ ലൈനിന്റെ മുകളിലാണോ എക്സ്വ ലൈനിന് താഴെയാണോ, അത് ഈ വേർഡിൽ തന്നെ ഉണ്ട്, എബോ ബിലോ എന്നുള്ളത്. എബോ ആണെങ്കിൽ എക്സ്വ ലൈനിന്റെ മുകളിലേക്ക് നമ്മൾ ഡിസ്റ്റൻസ് എടുക്കും. അതേ തന്നെ ബിലോ എന്ന് പറയുകയാണെങ്കിൽ താഴെ. ആ എബോ ബിലോ ആ വേർഡിൽ തന്നെ ഉണ്ട് എങ്ങോട്ടാണ് എടുക്കേണ്ടത് എന്നുള്ളത്. ഈ എബോ ബിലോയിൽ എടുക്കുന്ന എപ്പോഴും എന്തായിരിക്കും? ഡാഷ് വരുന്ന പോയിന്റ് ആയിരിക്കും. എ ആണെങ്കിൽ എ ഡാഷ്, ബി ആണെങ്കിൽ ബി ഡാഷ്. അതായത് ഫ്രണ്ട് വ്യൂ ആയിരിക്കും എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ വി പി ആയിട്ടാണ് നമ്മൾ എക്സ്വ ലൈൻ കൺസിഡർ ചെയ്യുന്നെങ്കിൽ നമ്മൾ വരയ്ക്കുന്നത് ഏത് വ്യൂ ആയിട്ടായിരിക്കും? ഡാഷ് ഇല്ലാത്ത പോയിന്റ് ആയിരിക്കും, അതായത് ടോപ്പ് വ്യൂ. ഇതേ തന്നെ എക്സ്വ ലൈൻ വി പി ആയി മാറുമ്പോൾ നമ്മൾ വരയ്ക്കുന്നത് ടോപ്പ് വ്യൂ ആയിരിക്കും. അത് ഇൻഫ്രണ്ട്, ബിഹൈൻഡ്, അതിന്റെ പൊസിഷൻ മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ. ഇൻഫ്രണ്ട് എന്ന് പറയുമ്പോൾ താഴെയും, ഇൻഫ്രണ്ട് ഓഫ് വി പി എന്ന് പറയുമ്പോൾ താഴെയും, ബിഹൈൻഡ് വി പി എന്ന് പറയുമ്പോൾ മുകളിലോട്ട് എടുക്കുക. ഞാൻ എന്തിനാ അത് വിശദമായിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഇതൊന്നും വരില്ല എങ്കിൽ കൂടി ലൈൻസിലേക്ക് പോകുമ്പോൾ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂയും നമ്മൾ മാറി പോയി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ മാറ്റി വരച്ചു എന്ന് വിചാരിക്കുക. ലൈൻസ് എന്ത് ചെയ്തിട്ടും കാര്യമില്ല, മാർക്ക് നമുക്ക് 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ പോയിന്റ്സ് ക്ലിയർ ആയിട്ട് അറിയണം ലൈൻസിലേക്ക് പോകുന്നതിന് മുമ്പ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ലൈൻസിലേക്ക് പോവാം. ലൈൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിലബസിൽ പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള പ്രോബ്ലം മാത്രമാണ് വരുന്നത്. ബാക്കി ക്വാഡ്രന്റിൽ ഉള്ള പ്രോബ്ലംസ് വരാൻ സാധ്യതയില്ല എന്നാണ്. ഓക്കെ, അപ്പൊ ലൈൻസിൽ രണ്ട് ടൈപ്പ് പ്രോബ്ലം ആണ് നമുക്ക് മെയിൻ ആയിട്ട് വരാം. അതായത് ഇൻക്ലൈൻ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി. എച്ച് പിക്കും വി പിക്കും ഇൻക്ലൈൻഡ് ആയിട്ട് വരുന്ന ലൈനിന്റെ പ്രൊജക്ഷൻ ആണ് മെയിൻ ആയിട്ടും നമുക്ക് ചോദിക്കാറുള്ളത്.
ഓക്കെ, അപ്പൊ ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യാം. ലൈൻ, നമ്മുടെ ലൈൻ പാരലൽ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും ലൈൻ പാരലൽ ടു എച്ച് പി അല്ലെങ്കിൽ പാരലൽ ടു വി പി എന്ന് പറയുന്നു. ഏതെങ്കിലും ഒരു പ്ലെയിനിന് പാരലൽ ആണ് എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ലൈൻ നമ്മൾ ഏത് ലെങ്ത്തിലായിരിക്കും കാണുക? ട്രൂ ലെങ്ത്തിലായിരിക്കും കാണുക. ഓക്കെ, ഏതെങ്കിലും ഒരു പ്ലെയിനിന് നമ്മൾ എടുക്കുന്ന ലൈൻ പാരലൽ ആണ് എങ്കിൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? അതിന്റെ ട്രൂ ലെങ്ത് ആയിരിക്കും. ഇനി ഏതെങ്കിലും ഒരു പ്ലെയിനിന് പെർപെൻഡിക്കുലർ എന്ന് പറയുകയാണെങ്കിൽ ലൈൻ നമുക്ക് ഒരു പോയിന്റ് ആയിട്ടായിരിക്കും തോന്നുക. ഇതെല്ലാം ഒരു ഇല്യൂഷൻ ആണ്. ആക്ച്വലി നമ്മൾ ലൈൻ തന്നെ എടുക്കുന്നത്, പക്ഷെ നമുക്ക് ഫീൽ ചെയ്യുന്ന എന്താണ്? അതൊരു പോയിന്റ് ആയിട്ട് ഫീൽ ചെയ്യാണ് പെർപെൻഡിക്കുലർ ആയിട്ട് പിടിക്കുമ്പോൾ. ഓക്കെ, ഇനി അതേ തന്നെ ഇൻക്ലൈൻഡ് എന്ന് പറയുകയാണെങ്കിൽ, അതായത് ഇൻക്ലൈൻഡ് ആയിട്ടാണ് ലൈൻ നിൽക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? അപ്പാരന്റ് ലെങ്ത് ആയിരിക്കും. അതായത് അപ്പാരന്റ് ലെങ്ത് എന്ന് പറയുന്നത് ട്രൂ ലെങ്ത്തിനേക്കാൾ ലെങ്ത് കുറഞ്ഞൊരു ലൈനാണ്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ആ കുറഞ്ഞ ലെങ്ത് എത്രയാണ്, റെഡ്യൂസ് ലെങ്ത് എത്രയാണ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരേ ലൈൻ തന്നെ പല ആംഗിളിൽ വയ്ക്കുമ്പോൾ പല ലെങ്ത്തിലായിരിക്കും നമുക്ക് കാണാം. ഇപ്പോൾ 0 ഡിഗ്രി ആണെങ്കിൽ ട്രൂ ലെങ്ത് ആയിരിക്കും. ഒരു 10 ഡിഗ്രിയിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലെങ്ത് കുറയും. 20 ഡിഗ്രി ആകുമ്പോൾ വീണ്ടും കുറയും. 30 ഡിഗ്രി ആകുമ്പോൾ വീണ്ടും കുറയും. അതന്നെ ഇങ്ങനെ ആംഗിൾ കൂടുന്തോറും ലെങ്ത് ഇങ്ങനെ കുറഞ്ഞ് നമുക്ക് മാക്സിമം 90 ഡിഗ്രി വരെ വയ്ക്കാം. 90 ഡിഗ്രി വരുമ്പോൾ അതെന്താ? ലെങ്ത് കുറഞ്ഞ് അവസാനം ഒരു പോയിന്റ് ആയി മാറും. അപ്പോൾ ഒരേ ലൈൻ തന്നെ നമ്മൾ പല ആംഗിളിൽ വയ്ക്കുമ്പോൾ പല ലെങ്ത് ആയിരിക്കും കിട്ടുക. അതുകൊണ്ട് നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഏത് ലെങ്ത്തിലാണ് ഈ ലൈൻ കാണുക എന്നുള്ളത്. അതുകൊണ്ടാണ് അതിന്റെ അപ്പാരന്റ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും നോട്ട് ചെയ്യുക, പാരലൽ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ട്രൂ ലെങ്ത്തും പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമുക്ക് ലൈൻ ഒരു പോയിന്റ് ആയിട്ടും ഇൻക്ലൈൻഡ് ആണെങ്കിൽ അപ്പാരന്റും ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ വരുമ്പോൾ ഇൻക്ലൈൻഡ് ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി, എച്ച് പിക്കും ഇൻക്ലൈൻഡ് ആണ് വി പിക്കും ഇൻക്ലൈൻഡ് ആണ് എന്ന് പറയുമ്പോൾ രണ്ട് ലെങ്ത്തും അപ്പാരന്റ് ആയിരിക്കും. അതായത് ഫ്രണ്ട് വീല് കാണുന്ന ലൈനും അപ്പാരന്റ് ആണ്, ടോപ്പ് വീല് കാണുന്ന ലൈനും അപ്പാരന്റ് ആണ്. ഓക്കെ, പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻ ചിലപ്പോൾ ട്രൂ ലെങ്ത് ആയിരിക്കും തരാം. ആ ട്രൂ ലെങ്ത് വെച്ചിട്ട് ഈ പറഞ്ഞ അപ്പാരന്റ് ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് പറയും. ഓക്കെ, അപ്പൊ അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഇപ്പൊ നമ്മൾ ഏത് വ്യൂവിലാണോ ട്രൂ ലെങ്ത് വരയ്ക്കുന്നത്. ഇപ്പൊ ഞാൻ ഫ്രണ്ട് വ്യൂല് വരച്ച ഈ ലൈൻ എ ഡാഷ് ബി ഡാഷ് എന്ന് ഞാൻ കൊടുക്കുന്നു. ഇത് ട്രൂ ലെങ്ത് ആണോ ഇത് വരയ്ക്കുന്നത്. ഓക്കെ, ഏത് വ്യൂവിലാണോ ഒരു ട്രൂ ലെങ്ത് ഇൻക്ലൈൻഡ് ആയിട്ട് ഞാൻ വരയ്ക്കുന്നത്, അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് ആയിട്ട് വരുന്നത്, ട്രൂ ലെങ്ത് ആയാൽ മാത്രം പോരാ, ആ ലൈൻ ഇൻക്ലൈൻഡ് കൂടി ആവണം. ആ ലൈനിന്റെ നേരെ ഓപ്പോസിറ്റ് വ്യൂ, ഫ്രണ്ട് വ്യൂ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വ്യൂ ടോപ്പ് വ്യൂ ആയിരിക്കും. ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് അപ്പാരന്റും എക്സ് ലൈന് പാരലലും ആയിരിക്കും. ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം, നമ്മൾ ഏത് വ്യൂവിലാണോ ഒരു ട്രൂ ലെങ്ത് ഇൻക്ലൈൻഡ് ആയിട്ട് വരയ്ക്കുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് വ്യൂ എക്സ് ലൈന് പാരലൽ ആയിട്ട് തന്നെ വരണം, ഇൻക്ലൈൻഡ് ആയിട്ട് വരില്ല. നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം, ഏത് വ്യൂവിലാണോ ഒരു ലൈൻ ട്രൂ ലെങ്ത് ഇൻക്ലൈൻഡ് ആയിട്ട് വരയ്ക്കുന്നത്, ലൈൻ ആയിട്ട് മാത്രം പോരാ, അത് ട്രൂ ലെങ്ത് ആയിരിക്കണം. ഓക്കെ, ഏത് വ്യൂവിലാണോ ഒരു ട്രൂ ലെങ്ത് ഇൻക്ലൈൻഡ് ആയിട്ട് വരയ്ക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് വ്യൂ, അതിന്റെ ഓപ്പോസിറ്റ് വ്യൂവിൽ കിട്ടുന്ന ലൈൻ അപ്പാരന്റ് ആയിരിക്കും, ലെങ്ത് കുറഞ്ഞ ലൈനും ആയിരിക്കും, എക്സ് ലൈന് പാരലലും ആയിരിക്കും. ഇതിപ്പോ ഞാൻ ഫ്രണ്ട് വീൽ എടുത്തു, ഇതേ തന്നെ ടോപ്പ് വ്യൂലാണ് ഒരു ട്രൂ ലെങ്ത് ഞാൻ ഇൻക്ലൈൻഡ് ആയിട്ട് വരയ്ക്കുന്നെങ്കിൽ എ ബി, ഇത് ട്രൂ ലെങ്ത് ആണ്, ഇൻക്ലൈൻഡും ആണെന്ന് വിചാരിക്കാം. ഈ ലൈനിന്റെ ഫ്രണ്ട് വ്യൂ എന്താവണം? എക്സ് ലൈന് പാരലലും ആയിട്ട് വരണം, കൂടാതെ അപ്പാരന്റും ആയിരിക്കും. ഓക്കെ, ഇപ്പൊ നിങ്ങൾ എവിടെയാണോ ഒരു പ്രോബ്ലത്തിൽ ട്രൂ ലെങ്ത് ഇൻക്ലൈൻഡ് ആയിട്ട് വരയ്ക്കുന്നത്, ഓർക്കുക അതിന്റെ ഓപ്പോസിറ്റ് വ്യൂ എക്സ് ലൈന് പാരലൽ ആയിട്ട് വരണം. അല്ലാതെ വരച്ചു കഴിഞ്ഞാൽ ആ പ്രോബ്ലം തെറ്റാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത് ഒന്ന് ഓർത്തു വയ്ക്കാം. ഇനി ആദ്യത്തെ ടൈപ്പ് പ്രോബ്ലം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഇൻക്ലൈൻ ടു ബോത്ത് ദി പ്ലെയിനിൽ വരുന്ന ആദ്യത്തെ ടൈപ്പ് പ്രോബ്ലം. ട്രൂ ലെങ്ത് തന്ന് പ്രൊജക്ഷൻ വരയ്ക്കാനായിട്ട് പറയും. അതായത് നമുക്ക് തരുന്ന ഡാറ്റ, അത് ക്വസ്റ്റിൽ തരുന്ന ഡാറ്റ എന്തായിരിക്കും? ട്രൂ ലെങ്തും ട്രൂ ഇൻക്ലിനേഷനും ആയിരിക്കും. ട്രൂ ലെങ്ത് 80 millimeter, theta 30 degree, phi 45 degree. അതുപോലെ ഇപ്പൊ ലൈൻ എ ബി ആണെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരു എൻഡിന്റെ ഡിസ്റ്റൻസ് തരും. 10 millimeter above HP, 20 millimeter in front of VP. ഇങ്ങനെ തരുന്നു വിചാരിക്കുക. അപ്പൊ നമുക്ക് ട്രൂ ലെങ്ത് ഒരിക്കലും കിട്ടില്ല, പക്ഷെ ക്വസ്റ്റിൽ തരുന്ന ട്രൂ ലെങ്ത് ആണ്. അപ്പൊ ഈ ട്രൂ ലെങ്ത് വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ് ലൈന് പാരലായിട്ട് വരുന്ന അപ്പാരൽ ലെങ്ത് കണ്ടുപിടിക്കണം. ക്ലിയർ? എക്സ് ലൈൻ വരച്ചു, എന്നിട്ട് പോയിന്റ്സിലേക്ക് വരാം. ഇതാണ് മാറിപ്പോരുത് എന്ന് പറയുന്നത്. ഫ്രണ്ട് വ്യൂയും ടോപ്പ് വ്യൂയും കൃത്യമായിട്ട് വരണം. എബോവ് HP, 10 millimeter എബോവ് HP. നമ്മൾ എന്താണ്, എക്സ് ലൈനെ HP ആയിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് ഈ 10 എടുക്കുന്നത്. അപ്പോൾ എക്സ് ലൈൻ HP ആണെങ്കിൽ നമുക്ക് ഡാഷ് ഉള്ള പോയിന്റ് ആയിരിക്കും. അത് എബോവ് ആണെങ്കിൽ എക്സ് ലൈന് മുകളിലേക്ക് എടുക്കും 10. എ ഡാഷ്. ഇനി ഇൻ ഫ്രണ്ട് ഓഫ് VP. അപ്പൊ ഞാൻ HP മാറ്റിയിട്ട് VP യേക്ക് മാറ്റി. അപ്പൊ നമുക്ക് ഇനി കിട്ടുന്ന എന്തായിരിക്കും? ടോപ്പിയുടെ പോയിന്റ് ആയിരിക്കും. അതായത് ഡാഷ് ഇല്ലാത്ത പോയിന്റ് ആയിരിക്കും. ഇൻ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ താഴെയാണ്. 20 താഴോട്ടേക്ക് എടുത്തു എ. പലരും തെറ്റിക്കുന്ന ആദ്യത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഈ വ്യൂ തമ്മിൽ മാറിപ്പോവും. അതാണ് ശ്രദ്ധിക്കേണ്ടത്, മാറിപ്പോരുത്. HP എന്ന് എടുക്കുന്ന ഡിസ്റ്റൻസ് എല്ലാം ഡാഷ് വരുന്ന പോയിന്റ് ആണ്. VP എന്ന് എടുക്കുന്ന ഡിസ്റ്റൻസ് എല്ലാം ഡാഷ് ഇല്ലാത്ത പോയിന്റുമാണ്. ഓക്കെ, ഇനി ഈ രണ്ട് ആംഗിൾ തരുമ്പോൾ സ്വാഭാവികമായിട്ടും ആംഗിളും മാറിപ്പോവാറുണ്ട്. 30 ഡിഗ്രി എടുക്കേണ്ട അവിടെ നിന്നായിരിക്കില്ല 30 ഡിഗ്രി എടുക്കുന്നുണ്ടാവുക. ഈ ആംഗിൾ തമ്മിൽ മാറിപ്പോവും. ഓക്കെ, ഇപ്പൊ ഞാനിവിടെ തീറ്റ ഫൈ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ എഴുതിയതെങ്കിലും ക്വസ്റ്റിൽ തരുമ്പോൾ തീറ്റ ഫൈ എന്ന് പറയുന്ന സിമ്പിൾ ഒന്നും ഉണ്ടാവില്ല, സെന്റൻസ് ആയിട്ടായിരിക്കും ആംഗിൾ തരുന്നുണ്ടാവും. അപ്പൊ ഈ തീറ്റ എന്ന് പറയുന്നത് എങ്ങനെ സെന്റൻസ് ആയിട്ട് കാണാം? 30 ഡിഗ്രി ഇൻക്ലൈൻ ടു HP എന്നായിരിക്കും തരാം. 30 ഡിഗ്രി ടു HP. HP ആയിട്ടുള്ള ആംഗിൾ ആണ് ഞാൻ തീറ്റ ആയിട്ട് എടുത്തത്. അതേപോലെ VP ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ഞാൻ ഫൈ ആയിട്ടും എടുത്തത്. ഓക്കെ, അപ്പൊ സെന്റൻസിൽ എന്തായിരിക്കും? ഇൻക്ലൈൻ ടു HP, ഇൻക്ലൈൻ ടു VP എന്നായിരിക്കും. അപ്പൊ നമുക്ക് ഈ ആംഗിൾ എടുക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ പോയിന്റ്സിന്റെ അതേ കേസസിന് നോക്കാം. എക്സ് ലൈൻ HP ആയിട്ട് എടുത്തപ്പോൾ കിട്ടിയ പോയിന്റ് എന്ന് പറയുന്നത് എ ഡാഷ് ആണ്. ആ പോയിന്റ് ഒന്നായിരിക്കണം HP ആയിട്ടുള്ള ആംഗിളും എടുക്കേണ്ടത്. HP ഒന്ന് കണക്ട് ചെയ്താൽ മതി. ഉണ്ടോ? 10 millimeter എബോവ് HPയും ഇൻക്ലൈൻ ടു HPയും നമ്മൾ കണക്ട് ചെയ്താൽ മതി. HP എടുക്കുന്ന ഡിസ്റ്റൻസ് എന്നായിരിക്കണം HP ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളും എടുക്കേണ്ടത്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. HP എടുക്കുന്ന ഡിസ്റ്റൻസിലുള്ള പോയിന്റ് എന്നായിരിക്കണം HP ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളും എടുക്കേണ്ടത്. ഈ HP എന്ന് കണക്ട് ചെയ്താൽ മതി. അപ്പൊ 30 ഡിഗ്രി എടുക്കേണ്ട എവിടെ നിന്നാണ്? എ ഡാഷ് എന്നാണ്. കാരണം എബോവ് HP എന്ന് മാർക്ക് ചെയ്ത പോയിന്റ് എ ഡാഷ് ആണ്. അതുപോലെ 45 ഡിഗ്രി എടുക്കേണ്ടത് എ എന്നുമാണ്. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം തന്നെ രണ്ട് ആംഗിളും ഒരുമിച്ച് എടുക്കരുത്, ഓരോ ആംഗിൾ ആയിട്ട് വേണം എടുക്കാൻ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ 30 ഡിഗ്രി ഞാൻ ഇവിടുന്ന് എടുക്കുന്നു. ഓക്കെ, ഈ തീറ്റ എന്ന് പറയുന്ന ആംഗിളിനെയാണ് നമ്മൾ ട്രൂ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ട്രൂ ഇൻക്ലിനേഷനിൽ വരയ്ക്കുന്ന ലൈൻ എപ്പോഴും ട്രൂ ലെങ്ത് ആയിരിക്കണം. അതും നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പൊ ഇതെല്ലാം ഇതൊരു റിവിഷൻ ക്ലാസ് ആണ്. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. വെറുതെ മൈൻഡിൽ കയറ്റി കഴിഞ്ഞ് ചിലപ്പോൾ 1 hour 2 hour നിങ്ങളുടെ മൈൻഡിൽ കാണും, പെട്ടെന്ന് മറന്നു പോകും. ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക, കാരണം ഇതെല്ലാം ഓരോ ക്ലൂകളാണ്. തീറ്റ ഫൈ എന്ന് പറയുന്ന ആംഗിളിനെ നമ്മൾ ട്രൂ ഇൻക്ലിനേഷൻ എന്നാണ് പറയാ. ഈ ആംഗിൾ വരയ്ക്കുന്ന ലൈൻ എപ്പോഴും ട്രൂ ലെങ്ത് ആയിരിക്കണം. അതായത് തീറ്റയിൽ ഞാൻ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ആ ലൈൻ ട്രൂ ലെങ്ത് ആയിരിക്കണം. ഫൈ എന്ന് പറയുന്ന ആംഗിളിലുള്ള ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ആ ലൈൻ ട്രൂ ലെങ്ത് ആയിരിക്കണം. ഇപ്പൊ ഞാൻ എ ഡാഷ് എന്ന് തീറ്റ 30 ഡിഗ്രി ആംഗിൾ ലൈൻ വരച്ചു. ഈ ലൈൻ എന്തായിരിക്കണം? ട്രൂ ലെങ്ത് ആയിരിക്കണം. ഇപ്പൊ ഞാനിവിടെ 80 എടുത്ത് കട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ അതിന് ഞാൻ ബി ഡാഷ് എന്ന് കൊടുക്കുന്നതിന് പകരം B1 ഡാഷ് എന്ന് കൊടുക്കുന്നു. ഇനി നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം ഓർക്കുക,
എ ഡാഷ് ബി വൺ ഡാഷ് 80 എന്ന് പറയുന്ന ട്രൂ ലെങ്ത് ആണ്, ഇൻക്ലൈൻഡും ആണ്. അപ്പൊ ഈ ലൈനിന്റെ ടോപ്പ് വ്യൂ എ ബി വൺ എന്തായിരിക്കണം? എക്സ് ലൈന് പാരലൽ ആയിരിക്കണം. ലെങ്ത് എന്തായിരിക്കും? അപ്പാരന്റും ആയിരിക്കും. പക്ഷെ ആ പാരലായിട്ട് വരുന്ന ലൈനിന്റെ ലെങ്ത് നമുക്കറിയില്ല. പക്ഷെ എയിലൂടെ ഒരു പാരലായിട്ട് ലൈൻ വരയ്ക്കുക. ലെങ്ത് കിട്ടുന്ന എപ്പോഴാണ്? ഈ ബി വൺ ഡാഷിന് നേരെ പ്രൊജക്ട് ചെയ്യുന്ന ലൈനിലോട്ട്. ഓക്കെ, അപ്പൊ ഈ ലൈനിൽ വന്ന് മീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ബി വൺ കിട്ടുക. ഈ ലെങ്ത് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനും പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്കൊരു ടോപ്പ് വ്യൂയും ഒരു ഫ്രണ്ട് വ്യൂയും കിട്ടി. അപ്പൊ ഈ ടോപ്പിൽ കാണുന്ന എ ബി വൺ ആണ് പ്ലാൻ ലെങ്ത്, അതായത് ടോപ്പിൽ കിട്ടേണ്ട അപ്പാരൽ ലെങ്ത്. ഇനി ഇതേപോലെ തന്നെ എ എന്ന് 45 ഡിഗ്രി ആംഗിൾ എടുക്കുന്നു. ഈ 45 ഡിഗ്രി എന്ന് പറയുന്നതും ട്രൂ ഇൻക്ലിനേഷൻ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്താ കട്ട് ചെയ്യേണ്ട? ട്രൂ ലെങ്ത് തന്നെയാണ്, 80 തന്നെയാണ് കട്ട് ചെയ്യേണ്ടത്. ഇവിടെ 1 എന്ന് കൊടുത്തുകൊണ്ട് ഞാൻ ഇവിടെ 2 എന്ന് കൊടുക്കുന്നു. ഇതേപോലെ തന്നെ വീണ്ടും എടുക്കുക. എ ബി ടു എന്ന് പറയുന്ന ട്രൂ ലെങ്ത് ആണ്, ഇൻക്ലൈൻഡും ആണ്. അപ്പൊ ഈ ലൈനിന്റെ ഫ്രണ്ട് വ്യൂ, അതായത് ഓപ്പോസിറ്റ് വ്യൂ ആയിട്ട് വരുന്ന ഫ്രണ്ട് വ്യൂ ആയിരിക്കും. അതെന്തായിരിക്കണം? എക്സ് ലൈന് പാരലും ആയിരിക്കണം, ലെങ്ത് അപ്പാരന്റും ആയിരിക്കണം. അപ്പൊ നമ്മൾ ആദ്യം പാരലൽ ആയിട്ട് എ ഡാഷോട് ലൈൻ വരയ്ക്കുക. ബി ടു എന്ന് പ്രൊജക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ബി ടു ഡാഷ് കിട്ടുന്നത്. നിങ്ങൾ ഏത് പ്രോബ്ലം നോക്കിയാലും ട്രൂ ലെങ്ത് തന്ന പ്രൊജക്ഷൻ കാണാൻ പറയുമ്പോൾ നമ്മൾ ഈ വിധമാണ് ചെയ്യേണ്ടത്, ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. ഈ പാരലായിട്ട് വരുന്ന അപ്പാരൽ ലെങ്ത് കണ്ടുപിടിക്കും. ഇതിനെ നമ്മൾ എലിവേഷൻ ലെങ്ത് എന്ന് പറയും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഈ ട്രൂ ലെങ്ത്തിന്റെ ബിയിലൂടെ ലോക്കസ് വരയ്ക്കുക. ലോക്കസ് എന്ന് പറഞ്ഞാൽ എക്സ് ലൈന് പാരലായിട്ട് ലൈൻ വരയ്ക്കുക. ഫ്രണ്ട് വ്യൂ ആണെങ്കിൽ ഫ്രണ്ട് വ്യൂയുടെ ലോക്കസിലേക്കും, ടോപ്പി ആണെങ്കിൽ ടോപ്പിയുടെ ലോക്കസിലേക്കും റൊട്ടേറ്റ് ചെയ്യുക. അതായത് എ ഡാഷ് ബി ടു ഡാഷിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നു. റൊട്ടേറ്റ് ചെയ്യുന്ന എങ്ങനെയാണ്? എ ഡാഷ് സെന്ററും എ ഡാഷ് ബി ടു ഡാഷ് റേഡിയസ് ആക്കി മുകളിലോട്ട് റൊട്ടേറ്റ് ചെയ്യാം. നമുക്കിവിടെ ബി ഡാഷ് കിട്ടും. അതുപോലെ എ സെന്ററും എ ബി വൺ റേഡിയസ് ആക്കി താഴോട്ടും റൊട്ടേറ്റ് ചെയ്യാം. ഈ ലോക്കസിൽ കട്ട് ചെയ്യുന്ന ബി ആയിരിക്കും. ഈ എ ഡാഷ് ബി ഡാഷും എ ബിയും കണക്ട് ചെയ്ത് കൊടുത്താൽ ആൻസർ ആണ്. ഇതാണ് ഒരു ടൈപ്പ് പ്രോബ്ലം വരാം. ട്രൂ ലെങ്ത് തന്നിട്ട് പ്രൊജക്ഷൻ വരയ്ക്കാനായിട്ട് പറയും. ഇനി സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് അപ്പാരൽ ലെങ്ത് തരുന്നു, ട്രൂ ലെങ്ത് കാണാൻ പറയും. അതായത് എ ഡാഷ് ബി ഡാഷ് ലെങ്ത് തരുന്നു 50 മില്ലിമീറ്റർ. എ ബിയുടെ ലെങ്ത് തരുന്നു 60 മില്ലിമീറ്റർ. ആൽഫ 50 ഡിഗ്രി. ഓക്കെ, എന്താണ് ആൽഫ എന്ന് ഞാൻ പറഞ്ഞില്ല. ഈ അപ്പാരന്റ് ലൈനിന്റെ ആംഗിളിനെയാണ് ആൽഫ ബീറ്റ എന്ന് പറയുന്നത്. ഫ്രണ്ട് വ്യൂയിൽ കാണുന്ന അപ്പാരന്റ് ലൈനിന്റെ ആംഗിളാണ് ആൽഫ. ടോപ്പിൽ കാണുന്ന അപ്പാരന്റ് ലൈനിന്റെ ആംഗിളാണ് ബീറ്റ കേട്ടോ. തീറ്റ ഫൈ എന്ന് പറയുന്നത് ട്രൂ ലെങ്ത്തിന്റെ ആംഗിളും ആൽഫ ബീറ്റ എന്ന് പറയുന്നത് അപ്പാരന്റ് ലെങ്ത്തിന്റെ ആംഗിളുമാണ്. അത് ആൽഫ എന്ന് പറയുന്ന ഫ്രണ്ട് വ്യൂ, ബീറ്റ എന്ന് പറയുന്ന ടോപ്പ് വ്യൂയിലും കാണുന്ന ആംഗിളാണ്. അത് മാറിപ്പോരുത്. ആൽഫ ഫ്രണ്ട് വ്യൂയിൽ കാണുന്ന അപ്പാരന്റ് ലൈനിന്റെ ആംഗിളും ബീറ്റ ടോപ്പ് വ്യൂയിൽ കാണുന്ന അപ്പാരന്റ് ലൈനിന്റെ ആംഗിളും. ഇതേപോലെ എൻഡ് എ തരുന്നു 10 മില്ലിമീറ്റർ എബോവ് എച്ച് പി, 20 millimeter in front of VP. ഇവിടെയും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാർക്ക് എ ഡാഷ് ആൻഡ് എ ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ ഓഫ് എൻഡ് എ. എക്സ് ലൈൻ വരയ്ക്കുക. 10 millimeter എബോവ് എച്ച് പിയിലെ എ ഡാഷ്, 20 in front of VP-യിലെ എ. ഇത് മാറിപ്പോരുത്, എ ഡാഷും എയും മാറിപ്പോരുത്. അതേപോലെ ആൽഫ എന്ന് പറയുന്നത് ഫ്രണ്ട് വ്യൂയുടെ അപ്പാരന്റ് ആംഗിൾ ആണ്. apparent angle of front view, apparent angle of front view alpha. അപ്പോൾ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഡാഷ് വരുന്ന പോയിന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നിന്നാണ് ആൽഫ എന്ന് പറയുന്ന ആംഗിൾ എടുക്കേണ്ട. 50 ഡിഗ്രി ആംഗിൾ എടുത്തു. എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ ബീറ്റ പോസ്റ്റിൽ തരാതിരുന്നത്? രണ്ട് അപ്പാരൽ ലെങ്ത് ഉണ്ട്,
ഒരു അപ്പാരന്റ് ആംഗിൾ മാത്രമേ തന്നിട്ടുള്ളൂ, ബീറ്റയുടെ വാല്യൂ തന്നിട്ടില്ല. പക്ഷെ ബീറ്റയുടെ വാല്യൂ വേണ്ട, ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഇപ്പൊ ഇവിടെ നിന്ന് 50 ഡിഗ്രി ആംഗിൾ എടുത്തു. അപ്പൊ ഈ 50 ഡിഗ്രി ആംഗിൾ വരുന്നത് എന്തായിരിക്കും? ഫ്രണ്ട് വിയുടെ അപ്പാരൽ ലെങ്ത് ആയിരിക്കും. 50 എടുത്ത് കട്ട് ചെയ്യും. ബി ഡാഷ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരെ എക്സ് ലൈന് പാരലായിട്ട് ടോപ്പ് വ്യൂ വരയ്ക്കരുത്, കാരണം ഇത് ട്രൂ ലെങ്ത് അല്ല, അപ്പാരൽ ലെങ്ത് ആണ്. അതുകൊണ്ട് തന്നെ എക്സ് ലൈന് പാരലായിട്ടല്ല ടോപ്പ് വ്യൂ വരാ, അതാണ് പ്രത്യേകം നോട്ട് ചെയ്യുന്നത്. ട്രൂ ലെങ്ത് ആണെങ്കിൽ മാത്രമാണ്. ഇപ്പൊ ഈ ഫ്രണ്ട് വ്യൂല് ഞാൻ വരച്ച ലൈൻ 50 എന്ന് പറയുന്നത് ട്രൂ ലെങ്ത് ആണെങ്കിൽ ടോപ്പ് വ്യൂലുള്ള ലൈൻ എക്സ് ലൈന് പാരലായിട്ട് വന്നതിനെ ഇത് അപ്പാരന്റ് ആണ്, ട്രൂ ലെങ്ത് അല്ല. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ആംഗിൾ ബീറ്റ ഇല്ലാതെ ടോപ്പ് വ്യൂ മാർക്ക് ചെയ്യാം? അപ്പൊ നമുക്ക് അറിയേണ്ടത് ഈ ബി ഡാഷും ടോപ്പിലുള്ള ബിയും സെയിം പ്രൊജക്ഷൻ ലൈനിലായിരിക്കും. അപ്പൊ ബി ഡാഷ് എന്നൊരു ലൈൻ താഴോട്ടേക്ക് പ്രൊജക്ട് ചെയ്യാം. ഇതിന് 60 കോമ്പസിൽ എടുക്കാം. 60 കോമ്പസിൽ എടുക്കുക. എ സെന്റർ ആക്കി എടുത്ത് ഈ ലൈനിലേക്ക് ഒരു ആർക്ക് കട്ട് ചെയ്യും. 60 ഉണ്ടോ? അപ്പൊ എനിക്ക് ഇവിടെ ബീറ്റ വേണ്ട, ബീറ്റ ഇല്ലാതെ തന്നെ എന്ത് കിട്ടി? ഇൻക്ലൈൻഡ് ആയിട്ട് ലൈൻ കിട്ടി. ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. എ ഡാഷ് എ മാർക്ക് ചെയ്തു. എ ഡാഷ് എന്ന 50 ഡിഗ്രി ആംഗിൾ, ആൽഫ എന്ന് പറയുന്ന ആംഗിൾ എടുത്തു. അതിലേക്ക് 50 മില്ലിമീറ്റർ കട്ട് ചെയ്തു. ഓക്കെ, ഇത് നമുക്ക് അറിയേണ്ടത് ബി ഡാഷും ബിയും ഒരേ പ്രൊജക്ഷൻ ലൈനിലായിരിക്കും. ബി ഡാഷ് എന്ന എക്സ് ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് താഴോട്ടേക്ക് ഒരു പ്രൊജക്ഷൻ ലൈൻ വരയ്ക്കുക. ഈ ലെങ്ത് എത്രയെന്ന് അറിയില്ല, നേരെ താഴോട്ടേക്ക് ഒരു ലൈൻ പ്രൊജക്ട് ചെയ്യും. ഇനി ടോപ്പിയുടെ ലെങ്ത് കോമ്പസിൽ എടുക്കുക. 60 എന്ന് പറയുന്ന കോമ്പസിൽ എടുക്കുക. എ എന്ന ഈ ലൈനിലേക്ക് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബി കിട്ടും. അപ്പൊ ഇവിടെ ബീറ്റ വേണ്ട, അല്ലാതെ തന്നെ എയും ബിയും നമ്മൾ കണക്ട് ചെയ്താൽ ഇൻക്ലൈൻഡ് ആയിട്ട് ലൈൻ വരും. ഓക്കെ, ഇനി ഇതൊന്നും എങ്ങനെയാണ് നമ്മൾ ട്രൂ ലെങ്ത്തും ട്രൂ ഇൻക്ലിനേഷനും കണ്ടുപിടിക്കുന്നത്? അതായത് തീറ്റയുടെയും ഫൈയുടെയും വാല്യൂ, അതുപോലെ ട്രൂ ലെങ്ത്തും കണ്ടുപിടിക്കുന്നു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്ന് റിവേഴ്സ് ഡയറക്ഷൻ ഒന്ന് ആലോചിച്ച് നോക്കാം. ഫ്രണ്ട് വ്യൂല് ട്രൂ ലെങ്ത് ഇൻക്ലൈൻഡ് ആണെങ്കിൽ ടോപ്പിയുടെ ലൈൻ എക്സ് ലൈന് പാരലായിട്ട് വരും എന്ന് പറയും. ഫ്രണ്ട് വ്യൂല് ലൈൻ ട്രൂ ലെങ്ത് ആണെങ്കിൽ ടോപ്പിൽ ഉള്ള ലൈൻ എക്സ് ലൈന് പാരലായിട്ട് വരുന്നു എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതന്നെ നമ്മൾ നേരെ തിരിച്ചാലോചിച്ച് നോക്കിയേ. ടോപ്പിൽ കാണുന്ന ലൈൻ എക്സ് ലൈന് പാരലായിട്ട് വരച്ചു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് വ്യൂല് ട്രൂ ലെങ്ത് കിട്ടും. അതായത് ഈ അപ്പാരന്റ് ലൈൻ എപ്പോഴാണോ എക്സ് ലൈന് പാരലായിട്ട് നമ്മൾ വരയ്ക്കുന്നത്, അപ്പൊ നമുക്ക് അതിന്റെ ഓപ്പോസിറ്റ് വ്യൂല് ട്രൂ ലെങ്ത് കിട്ടും. ഒരു ലൈനിന്റെ പ്രോബ്ലത്തില് അപ്പാരന്റ് ലെങ്ത് തന്ന് ട്രൂ ലെങ്ത് കാണാൻ പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്താ? ഈ അപ്പാരന്റ് ലൈനിനെ എക്സ് ലൈന് പാരലാക്കി മാറ്റുക. ഈ അപ്പാരന്റ് ലൈനിനെ എന്താക്കി മാറ്റുക? എക്സ് ലൈന് പാരലാക്കി മാറ്റുക. ഇപ്പൊ ഇവിടെ രണ്ട് അപ്പാരന്റ് ലൈനും ഇൻക്ലൈൻഡ് ആണ്. എ ഡാഷ് ബി ഡാഷും ഇൻക്ലൈൻഡ് ആണ്, എ ബിയും ഇൻക്ലൈൻഡ് ആണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ് ലൈന് പാരലാക്കി മാറ്റും. ഞാൻ ആദ്യം ടോപ്പിനെയാണ് പാരലാക്കി മാറ്റുന്നത്. എ എന്നൊരു എക്സ് ലൈന് പാരലായിട്ട് ഒരു ലൈൻ വരയ്ക്കുക. അതിലേക്ക് ഈ എ ബിനെ ഒരു കോമ്പസ് യൂസ് ചെയ്ത് ഈ 60 മില്ലിമീറ്ററിനെ റൊട്ടേറ്റ് ചെയ്യുന്നു. ഇവിടെയും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എ സെന്ററും 60 റേഡിയസ് ആക്കി വേണം റൊട്ടേറ്റ് ചെയ്യാൻ. റൊട്ടേറ്റ് ചെയ്തു. അപ്പൊ ഇതിന് നമ്മളൊരു പേര് കൊടുക്കണം, B1 എന്ന് കൊടുക്കണം. ബി ലൈൻ 60 എന്ന് പറയുന്ന എക്സ് ലൈന് പാരലായി മാറി. ഓക്കെ, അതായത് ഇങ്ങനെയായി മാറി. ഓക്കെ, ഇനി ഈ പോയിന്റിന്റെ ഫ്രണ്ട് വ്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? നേരെ പ്രൊജക്ട് ചെയ്താൽ മതി. അപ്പൊ ആ പ്രൊജക്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ ലോക്കസ് വേണം. ആ ലോക്കസിലേക്ക് B1 എന്ന് നേരെ പ്രൊജക്ട് ചെയ്യാം. അപ്പൊ ഈ B1ന്റെ ഫ്രണ്ട് വ്യൂ കിട്ടി, B1 ഡാഷ്. ഓക്കെ, ഈ എ ഡാഷും ഈ B1 ഡാഷും കൂടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ട്രൂ ലെങ്ത് ആയി. നിങ്ങൾ ഓർക്കേണ്ട എപ്പോഴും ട്രൂ ലെങ്ത് കിട്ടുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് വ്യൂ എക്സ് ലൈന് പാരൽ ആണോ എന്ന് നോക്കിയാൽ ഉണ്ടോ. അപ്പൊ ഞാൻ ഈ എ ബിനെ റൊട്ടേറ്റ് ചെയ്ത് പാരൽ ആക്കിയപ്പോഴാണ് ഫ്രണ്ട് വ്യൂയിൽ എന്ത് കിട്ടിയത്? ട്രൂ ലെങ്ത് കിട്ടിയത്. ആ ലൈൻ്റെ ആംഗിൾ ആണ് തീറ്റ, ട്രൂ ഇൻക്ലിനേഷൻ. സിമിലർലി നമ്മൾ ടോപ്പിലാണ് ഒരു ട്രൂ ലെങ്ത് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഫ്രണ്ട് വ്യൂയുടെ അപ്പാരന്റ് ലൈൻ ഈ 15 എന്ത് ചെയ്താൽ മതി? റൊട്ടേറ്റ് ചെയ്താൽ മതി. എ ഡാഷിലൂടെ ഒരു പാരലൽ ലൈൻ വരയ്ക്കാം. എന്നിട്ട് ഈ എ ഡാഷ് ബി ഡാഷിനെ റൊട്ടേറ്റ് ചെയ്യാം. ഉണ്ടോ? ഇതിന് B2 ഡാഷ് എന്ന് ഞാൻ നെയിം ചെയ്യുന്നു. ഈ B2 ഡാഷിന്റെ ടോപ്പ് B2 എവിടെ ആയിരിക്കും? ബിയുടെ ലോക്കസിലായിരിക്കും. ബി എന്നൊരു ലോക്കസ് വരയ്ക്കുക. B2 ഡാഷ് നേരെ പ്രൊജക്ട് ചെയ്യുക.
എന്ത് കിട്ടി? B2 കിട്ടി. A B2 കണക്ട് ചെയ്ത ട്രൂ ലെങ്ത് ആയി. അലൈൻഡ് ആംഗിൾ ആണ് ഫൈ. ഓക്കെ, ഇപ്പൊ രണ്ട് ടൈപ്പ് പ്രോബ്ലം ഞാൻ പറഞ്ഞു. ട്രൂ ലെങ്ത് നിന്ന് പ്രൊജക്ഷൻ വരയ്ക്കുന്നതും പ്രൊജക്ഷൻ നിന്ന് ട്രൂ ലെങ്ത് വരയ്ക്കുന്നതും. നിങ്ങൾ ഏത് ലൈനിന്റെ പ്രോബ്ലം എടുത്തു നോക്കി ലൈൻ റൊട്ടേഷനിലാണ് ചെയ്തതെങ്കിൽ ഈ രണ്ട് സ്റ്റെപ്പ് അല്ലാതെ വേറൊന്നും ഫോളോ ചെയ്തിട്ടുണ്ടാവില്ല. ട്രൂ ലെങ്ത് എന്ന് പ്രൊജക്ഷൻ വരയ്ക്കാൻ ആദ്യം ട്രൂ ലെങ്ത് എടുത്തിട്ട് എക്സ് ലൈന് പാരലായിട്ട് വരുന്ന പ്രൊജക്ഷൻ ലൈൻ കണ്ടുപിടിക്കുക, അതിനെ ലോക്കസിലേക്ക് റൊട്ടേറ്റ് ചെയ്യും. പ്രൊജക്ഷൻ തന്നിട്ട് ട്രൂ ലെങ്ത് കണ്ടുപിടിക്കാൻ പറയുന്ന പ്രോബ്ലം ആണെങ്കിൽ ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കും പ്രൊജക്ഷൻ നമുക്ക് കിട്ടുക. അതിനെ റൊട്ടേറ്റ് ചെയ്ത് എക്സ് ലൈനെ പാരലാക്കി മാറ്റാം, ഓപ്പോസിറ്റ് വ്യൂയില് ട്രൂ ലെങ്ത് കിട്ടും. ഒരു ട്രൂ ലെങ്ത് ആണ് നിങ്ങൾക്ക് ക്വസ്റ്റിൽ തരുന്നെങ്കിൽ ഞാൻ ഈ എഴുതുന്ന സെന്റൻസ് പോലെ തന്നെ ആയിരിക്കും വരാം, ഒരു മാറ്റമില്ലാതെ. ലൈൻ എ ബി എന്നുള്ളത് ചിലപ്പോ സി ഡി എന്നോ പി ക്യു എന്നൊക്കെ ആവാം. ലൈൻ എ ബി ഓഫ് ലെങ്ത് 100 millimeter എന്നൊരു സെന്റൻസ് കണ്ടു കഴിഞ്ഞാൽ ഇത് എപ്പോഴും ട്രൂ ലെങ്ത് ആയിരിക്കും. ഓക്കെ, ലൈൻ എ ബി ഓഫ് ലെങ്ത് 100 millimeter അല്ലെങ്കിൽ ലൈൻ എ ബി 100 millimeter long. ലൈൻ എ ബി 100 millimeter long. ഇതേ സെന്റൻസിൽ തന്നെ ആയിരിക്കും ഒരു ട്രൂ ലെങ്ത് തരുമ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടാവുക, ഒരു മാറ്റം ഇല്ലാതെ ഉണ്ടാവും. ലൈൻ എ ബി ഓഫ് ലെങ്ത് 100 millimeter എന്നോ അല്ലെങ്കിൽ ലൈൻ എ ബി 100 millimeter ലോങ് എന്നോ തരാണെങ്കിൽ അതെപ്പോഴും ട്രൂ ലെങ്ത് ആയിരിക്കും. അതേപോലെ ട്രൂ ഇൻക്ലിനേഷൻ ആയിട്ടുള്ള തീറ്റയും ഫൈയും തരുമ്പോൾ ഇൻക്ലൈൻ ടു എച്ച് പി, ആംഗിൾ എത്രയാണോ അത് ഉണ്ടാവും. ഇൻക്ലൈൻ ടു എച്ച് പി, ആ സെന്റൻസിൽ ഇൻക്ലൈൻ ടു എച്ച് പി ആണെങ്കിൽ അത് തീറ്റയാണ്. ലൈൻ ഈസ് ഇൻക്ലൈൻ സം ഡിഗ്രി ടു വി പി, ഇൻക്ലൈൻ ടു വി പി എന്ന് തന്നെ സെന്റൻസിൽ ഉണ്ടാവും. ഇൻക്ലൈൻ ടു എച്ച് പി ആണെങ്കിൽ അത് തീറ്റ, ഇൻക്ലൈൻ ടു വി പി എന്നാണെങ്കിൽ ഫൈ. ഓക്കെ, ഇനി അപ്പാരന്റ് ആംഗിൾ ആണെങ്കിൽ ആൽഫ ബീറ്റയാണ് തരുന്നതെങ്കിൽ ഫ്രണ്ട് വ്യൂ ഈസ് ഇൻക്ലൈൻ, അതായത് ആ സെന്റൻസിൽ വ്യൂ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ഫ്രണ്ട് വ്യൂ ഈസ് ഇൻക്ലൈൻഡ് വിത്ത് എക്സ് ലൈൻ, വി പി എച്ച് പി എന്ന് പറയില്ല, വിത്ത് എക്സ് ലൈൻ എന്ന് പറയും. അപ്പൊ ഈ വിത്ത് എക്സ് ലൈൻ എന്ന് പറയുന്ന വേർഡും അതുപോലെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്ന വേർഡും ഉണ്ടോ എന്ന് നോക്കാം ഒരു ആംഗിൾ തരുമ്പോൾ. വിത്ത് എക്സ് ലൈൻ അതേ തന്നെ ബീറ്റ ആണെങ്കിൽ ടോപ്പ് വ്യൂ എന്നായിരിക്കും പറയാം. ടോപ്പ് വ്യൂ ഈസ് ഇൻക്ലൈൻഡ് വിത്ത് എക്സ് വൈ ലൈൻ, ഇൻക്ലൈൻഡ് വിത്ത് എക്സ് വൈ ലൈൻ. ക്ലിയർ ആയല്ലോ? ട്രൂ ലെങ്ത് ആണെങ്കിൽ ഇതേപോലെ തന്നെ ആയിരിക്കും. ട്രൂ ഇൻക്ലിനേഷൻ ആണെങ്കിൽ ഇൻക്ലൈൻ ടു എച്ച് പി തീറ്റ ആണെങ്കിൽ, ഇൻക്ലൈൻ ടു വി പി ആയിരിക്കും ഫൈ ആണെങ്കിൽ. ആൽഫ ബീറ്റ ആണെങ്കിൽ ഫ്രണ്ട് വി എന്നും ടോപ്പ് വി എന്നും എടുത്തു പറഞ്ഞിട്ടുണ്ടാവും, കൂടാതെ വിത്ത് എക്സ് വൈ ലൈൻ എന്നായിരിക്കും തരാം. ഇനി അതേപോലെ അപ്പാരന്റ് ലെങ്ത്തിന്റെ കാര്യം പറഞ്ഞു, അവിടെയും ഇതുപോലെ ഫ്രണ്ട് വ്യൂ മെഷർ, ഫ്രണ്ട് വ്യൂ മെഷർ 60 millimeter എന്ന് പറയുകയാണെങ്കിൽ ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞിട്ടാണ് ഒരു ലെങ്ത് തരുന്നെങ്കിൽ അത് അപ്പാരന്റ് ലെങ്ത് ആയിരിക്കും. ഏത് വ്യൂവിൽ കാണുന്ന അപ്പാരന്റ് ലെങ്ത്? ഫ്രണ്ട് വ്യൂ. ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞിട്ടാണ് ഒരു ലെങ്ത് തരുന്നെങ്കിൽ അത് ടോപ്പ് വ്യൂയുടെ അപ്പാരന്റ് ലെങ്ത് ആയിരിക്കും. കാരണം നമ്മൾ ആ സ്റ്റെപ്പ് മാത്രം പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല, ക്വസ്റ്റിൽ തരുന്ന കാര്യം എന്താണ് എന്ന് കൂടി അറിയണം. ഒരു സാമ്പിളിൽ ഞാൻ ഒരു 1-2 ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. തുടങ്ങുന്ന തന്നെ ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞിട്ടാണ്. ടോപ്പ് വ്യൂ ഓഫ് എ ലൈൻ പി ക്യു 70 millimeter long and makes an angle of 45 degree with XY line. കേട്ടോ, ഈ ലെങ്ത്തിനും ഈ ആംഗിളിനും കോമൺ ആയിട്ടുള്ള ഒരു വേർഡാണ് ടോപ്പ് വ്യൂ. അപ്പൊ ഈ 70 എന്ന് പറയുന്നത് ടോപ്പിൽ കാണുന്ന അപ്പാരന്റ് ലെങ്ത്തും 45 ഡിഗ്രി എന്ന് പറയുന്നത് ടോപ്പിൽ കാണുന്ന അപ്പാരന്റ് ആംഗിളും ആണ്, ബീറ്റയാണ്. അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ടും വിചാരിക്കാം ലൈൻ പി ക്യു ഈസ് 70 millimeter ലോങ്, അതായത് ട്രൂ ലെങ്ത് പോലെയുള്ള ഒരു സെന്റൻസ് ഇവിടെ ഇല്ലേ, അപ്പൊ സാർ അത് 70 ട്രൂ ലെങ്ത് അല്ലേ എന്ന് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും തോന്നാം. അപ്പൊ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരുമ്പോൾ നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ടത് കോമൺ സെൻസ് യൂസ് ചെയ്യാം. അതായത് ഇപ്പൊ ഈ 70 ട്രൂ ലെങ്ത് ആണ് എന്ന് വിചാരിക്കാം.
അതായത് ട്രൂ ലെങ്ത് അല്ലാതെ ആക്ച്വലി, പക്ഷെ നിങ്ങൾക്ക് അത് ട്രൂ ലെങ്ത് ആയിട്ട് തോന്നുന്നു എന്ന് വിചാരിക്കുക. ഈ ക്വസ്റ്റ്യന്റെ അവസാനം നോക്കുക, അതായത് എന്തൊക്കെയാണോ കണ്ടുപിടിക്കേണ്ടതെന്ന് തരുമല്ലോ, അതിൽ ട്രൂ ലെങ്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടോ നോക്കുക. ഡ്രോ ഇറ്റ്സ് പ്രൊജക്ഷൻ, ഉണ്ടോ? ഡ്രോ ഇറ്റ്സ് പ്രൊജക്ഷൻ ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് ട്രൂ ലെങ്ത്. അതായത് ഫൈൻഡ് ഇറ്റ്സ് ട്രൂ ലെങ്ത് എന്ന് പറഞ്ഞാൽ ട്രൂ ലെങ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കോമൺ സെൻസ് ഒന്ന് യൂസ് ചെയ്തേ. ഓൾറെഡി നമുക്ക് 70 മില്ലിമീറ്റർ ക്വസ്റ്റിൽ തരുന്നു, അതായത് ട്രൂ ലെങ്ത് തരുന്നു എന്നുണ്ടെങ്കിൽ വീണ്ടും ട്രൂ ലെങ്ത് കണ്ടുപിടിക്കാൻ പറയൂ? ഇല്ല. അപ്പൊ അങ്ങനെ ഒരു കോമൺ സെൻസ് കൂടി നിങ്ങളൊന്ന് ഉപയോഗിക്കുക. 70 എന്ന് പറയുന്ന ടോപ്പ് വ്യൂ എന്ന് എടുത്ത് പറഞ്ഞതുകൊണ്ട് തന്നെ 70 എന്ന് പറയുന്ന ടോപ്പിയുടെ അപ്പാർ ലെങ്തും 45 ഡിഗ്രി വിത്ത് എക്സ് ലൈൻ എന്നാ തന്നിരിക്കുന്നത്. അപ്പൊ ഇത് ടോപ്പിയുടെ അപ്പാരന്റ് ആംഗിൾ ആയിട്ടുള്ള ബീറ്റയും ആണ്. ഇനി നോക്കിയേ, എൻഡ് പി ഈസ് ഇൻ വി പി 50 millimeter above HP. Then end Q 30 millimeter above HP. The whole line is located in the first quadrant. Right. ഇനി അടുത്ത ഒരു എക്സാമ്പിൾ കൂടി കാണിച്ചു തരാം. നോക്കി, എ ലൈൻ എ ബി 60 millimeter ലോങ്. അതിന്റെ ഫ്രണ്ടിലായിട്ട് ടോപ്പ് വ്യൂ എന്നോ ഫ്രണ്ട് വ്യൂ എന്നോ എന്നില്ല. ലൈൻ എ ബി 60 millimeter ലോങ്. ഇപ്പൊ ഞാൻ ഈ ട്രൂ ലെങ്ത്തിന്റെ കേസ് പറഞ്ഞ അതേ സെന്റൻസ് തന്നെ അല്ലേ, എ ബി 100 millimeter ലോങ്. അതേപോലെ തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്, എ ലൈൻ എ ബി 60 millimeter ലോങ്. ശരി, ഇനി അത് ആ 60 എന്ന് പറയുന്നത് ട്രൂ ലെങ്ത് തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഇതില് ട്രൂ ലെങ്ത് കാണാൻ പറഞ്ഞിട്ടുണ്ടോ നോക്കുക. ഇല്ല, കണ്ടോ? ഡ്രോ ഇറ്റ്സ് പ്രൊജക്ഷൻ ആൻഡ് ഫൈൻഡ് ദി ട്രൂ ഇൻക്ലിനേഷൻ ഓഫ് ദി ലൈൻ വിത്ത് എച്ച് പി ആൻഡ് വി പി. ട്രൂ ഇൻക്ലിനേഷൻ മാത്രമേ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളൂ, ട്രൂ ലെങ്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത് ഈ 60 എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്താണ്? ട്രൂ ലെങ്ത് ആണ്. ഓക്കെ, ഹാസ് ഇറ്റ്സ് എൻഡ് എ 30 millimeter above HP, 25 millimeter in front of VP. നോക്കി, അടുത്ത സെന്റൻസ് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയേ. ദി ടോപ്പ് വ്യൂ ആൻഡ് ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ ഉണ്ട്, ഫ്രണ്ട് വ്യൂ ഉണ്ട്, ഹാവ് ലെങ്ത് ഓഫ് 40 millimeter ആൻഡ് 55 millimeter റെസ്പെക്റ്റീവ്ലി. അപ്പൊ ഈ 40യും 55യും എന്താ? അപ്പാരൽ ലെങ്ത്തുകളാണ്. ടോപ്പിയുടെ അപ്പാരൽ ലെങ്ത് ആണ് 40, ഫ്രണ്ടിയുടെ അപ്പാരൽ ലെങ്ത് ആണ് 55. ക്ലിയർ ആയാലോ? അപ്പൊ ആദ്യം വേണ്ടത് എന്താണ്? ക്വസ്റ്റിൽ തരുന്ന വാല്യൂസ് എന്തൊക്കെയാണ്, ആംഗിൾ ഏതാണ്, ലെങ്ത് ഏതാണ് എന്ന് കൃത്യമായിട്ട് അറിഞ്ഞാലേ ഈ പറഞ്ഞ സ്റ്റെപ്പ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ 70 നിങ്ങൾ ട്രൂ ലെങ്ത് ആയിട്ട് എടുത്താൽ തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന സ്റ്റെപ്പൊക്കെ ട്രൂ ലെങ്തിനെ ബേസ് ചെയ്തിട്ട് വരുന്ന സ്റ്റെപ്പ് ആയിരിക്കും. ഓട്ടോമാറ്റിക്കലി പ്രോബ്ലം തെറ്റും. അപ്പൊ ആദ്യത്തെ കേസ് എന്താണ്? ക്വസ്റ്റിൽ തരുന്ന വാല്യൂ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. Then one more thing, ഒന്നല്ല, കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ഇനി ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഈ 2 സ്റ്റെപ്പ് പഠിച്ചു. ക്വസ്റ്റ്യൻ നിന്ന് തരുന്ന വാല്യൂ എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചു. എന്നാലും നിങ്ങൾക്കൊരു സംശയം ഉണ്ടോ? ഓരോ പ്രോബ്ലം ഡിഫറെന്റ് ആയിട്ട് തോന്നുന്നുണ്ടല്ലോ. ഓരോ പ്രോബ്ലം ഡിഫറെന്റ് ആയിട്ട് തോന്നുന്നതിന്റെ കാരണം എന്താണ്? അതുകൂടി ഒന്ന് നോട്ട് ചെയ്തോളൂ. എന്താണ് അതിന്റെ കാരണം? ഓക്കെ, ഒരു ലൈൻ നമുക്ക് ഇൻക്ലൈൻഡ് ആയിട്ട് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ, ഇൻക്ലൈൻഡ് ആയിട്ട് എനിക്കൊരു ലൈൻ വരയ്ക്കണം. അപ്പൊ എന്തൊക്കെ വാല്യൂസ് ക്വസ്റ്റ്യനിൽ തരാം? ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, ഇൻക്ലൈൻഡ് ആയിട്ട് ഒരു ലൈൻ എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഇൻക്ലൈൻഡ് ആയിട്ട് വരയ്ക്കാനായിട്ട് നമുക്ക് എന്താ ക്വസ്റ്റിൽ തരണം? എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഫ്രണ്ട് വ്യൂ എടുക്കുന്നു. അപ്പൊ ഈ ഇൻക്ലൈൻഡ് ആയിട്ട് ഒരു ലൈൻ ഫ്രണ്ട് വ്യൂയിൽ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ വാല്യൂസ് നമുക്ക് ക്വസ്റ്റിൽ തരാം? എയുടെ ഡിസ്റ്റൻസ് തരാം, അത് ഞാൻ 1 ആയിട്ട് മാർക്ക് ചെയ്യുന്നു.
എക്സ് ലൈന്ന് എൻഡ് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് തരാം, അത് ഞാൻ 2 ആയിട്ട് മാർക്ക് ചെയ്യുന്നു. ലൈനിന്റെ ലെങ്ത് തരാം, അത് ഞാൻ 3 ആയിട്ട് മാർക്ക് ചെയ്യുന്നു. ആംഗിൾ തരാം, അത് ഞാൻ 4 ആയിട്ട് മാർക്ക് ചെയ്യുന്നു. ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് ഇൻക്ലൈൻഡ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കണം എന്ന് വിചാരിക്കുക. ഇൻക്ലൈൻഡ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കണം എന്ന് വേണമെങ്കിൽ എന്തൊക്കെ വാല്യൂസ് ഇൻപുട്ട് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഡാറ്റ ആയിട്ട് എന്തൊക്കെ ക്വസ്റ്റിൽ തരാം, ഈ നമ്പർ ഇട്ട ഈ 4 വാല്യൂസും തരാം. അതായത് 1 എന്ന് പറയുന്ന എക്സ് ലൈന്ന് എൻഡ് എയിലേക്കുള്ള ഡിസ്റ്റൻസ്, നമ്പർ 2 എന്ന് പറയുന്ന എക്സ് ലൈന്ന് എൻഡ് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ്, നമ്പർ 3 എന്ന് പറയുന്നത് ലൈനിന്റെ ലെങ്ത്, അത് ട്രൂ ലെങ്ത്തും ആവാം അപ്പാരൽ ലെങ്ത്തും ആവാം. എനിവേ ലെങ്ത് ആണ് നമ്പർ 3. ഇനി 4 എന്ന് പറയുന്ന ആംഗിൾ, അത് ട്രൂ ഇൻക്ലിനേഷൻ ആവാം അപ്പാരൽ ഇൻക്ലിനേഷനും ആവാം. ഓക്കെ, പക്ഷെ ഈ 4 വാല്യൂ നമുക്ക് വേണം എന്നില്ല. ഏതെങ്കിലും 3 വാല്യൂ ക്വസ്റ്റിൽ തന്നാൽ മതി. അപ്പൊ ഈ 4 വാല്യൂയില് ഏതെങ്കിലും ഒരു 3 വാല്യൂ തരുന്നത് കൊണ്ടാണ് നമുക്ക് ഓരോ ക്വസ്റ്റ്യനും ഡിഫറെന്റ് ആയിട്ട് തോന്നുന്നത്. ക്ലിയർ ആയല്ലോ? 4 വാല്യൂ വേണമെന്നില്ല ഇൻക്ലൈൻഡ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കാൻ. ചില ക്വസ്റ്റ്യനിൽ 1ഉം 3ഉം 2 ആയിരിക്കും തരാം. ചില ക്വസ്റ്റ്യനിൽ 1ഉം 4ഉം 3 ആയിരിക്കും തരാം. ചിലതിൽ 1ഉം 2ഉം 4 ആയിരിക്കും തരാം. ഓക്കെ, ഈ 4 ഏതെങ്കിലും 3 ആയിരിക്കും ക്വസ്റ്റ്യൻ തരുന്നത്. അത് മാറി മാറി തരുമ്പോൾ എന്താ നമുക്ക് ഓരോ ക്വസ്റ്റ്യനും ഡിഫറെന്റ് ആയിട്ട് തോന്നും. ഇനി ഈ വാല്യൂ തരുമ്പോൾ നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ്, അതായത് ഇൻക്ലൈൻഡ് ആയിട്ട് ലൈൻ വരയ്ക്കാൻ എടുക്കുന്ന സ്റ്റെപ്പ് ഓരോന്നിലും ഡിഫറെന്റ് ആണ്. അതുകൂടി നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. സപ്പോസ് 1ഉം 2ഉം 3ഉം ആണ് തരുന്നതെങ്കിൽ, അതായത് എയുടെ ഡിസ്റ്റൻസ്, ബിയുടെ ഡിസ്റ്റൻസ്, ലൈനിന്റെ ലെങ്ത്. ആദ്യം നമുക്ക് നോർമലി ഉള്ളത് തരാം. 2 വേണ്ട, 4 വെച്ച് തുടങ്ങാം. അതായത് എൻഡ് ബിയുടെ ഡിസ്റ്റൻസ് തരുന്നില്ല. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ 2 ക്വസ്റ്റ്യനിലും എൻഡ് ബിയുടെ ഡിസ്റ്റൻസിന്റെ കാര്യം പറയുന്നില്ല, എൻഡ് എയുടെ ഡിസ്റ്റൻസ് തന്നത്. അപ്പൊ അത് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എൻഡ് ബിയുടെ ഡിസ്റ്റൻസ് തരുന്നില്ല എന്ന് വിചാരിക്കാം. നമ്പർ 2 തരുന്നില്ല. 1ഉം 3ഉം 4ഉം, അതായത് ലൈനിന്റെ ലെങ്ത്, ലൈനിന്റെ ആംഗിള്, എൻഡ് എയുടെ ഡിസ്റ്റൻസ്. എങ്ങനെ നമ്മൾ വരയ്ക്കുക? എക്സ് ലൈൻ വരച്ചു. ആദ്യം നമ്മൾ എൻഡ് എയുടെ ഡിസ്റ്റൻസ്, എത്രയാണ് ഡിസ്റ്റൻസ് തരുന്നത് അത് വെച്ച് എ ഡാഷ് മാർക്ക് ചെയ്തു. അടുത്ത് എന്തായിരിക്കും? ആംഗിൾ തന്നിട്ടുണ്ടാവും അല്ലെ, 4. ആ ആംഗിൾ ഒരു ലൈൻ വരച്ചു. ഇത് ട്രൂ ഇൻക്ലിനേഷൻ ആണെങ്കിൽ തന്നിരിക്കുന്ന ട്രൂ ലെങ്ത് ആയിരിക്കും. ട്രൂ ലെങ്ത് എടുത്ത് കട്ട് ചെയ്യുക. സപ്പോസ് ഇത് അപ്പാരൻ ആംഗിൾ ആയിട്ടുള്ള ആൽഫ ആണെങ്കിൽ അപ്പാരൻ ലെങ്ത് ആയിരിക്കും ലെങ്ത് ആയിട്ട് തരുന്നുണ്ടാവും. അതെടുത്ത് കട്ട് ചെയ്തു. അപ്പോഴേ നമുക്ക് എന്ത് കിട്ടി? ബി ഡാഷ് കിട്ടി. ഇപ്പൊ ക്വസ്റ്റ്യൻ ഉണ്ടോ എക്സ് ലൈന്ന് ബി ഡാഷിലേക്കുള്ള ഡിസ്റ്റൻസ് തരണോ? വേണ്ട. അപ്പൊ ഇതൊരു ടൈപ്പ് പ്രോബ്ലം ആണ്. ഇൻക്ലൈൻഡ് ആയിട്ട് തന്നെ ലൈൻ വരയ്ക്കുന്നത്, പക്ഷെ നമുക്ക് ക്വസ്റ്റിൽ തന്നിരിക്കുന്നത് എന്താണ്? എയുടെ ഡിസ്റ്റൻസും ലൈനിന്റെ ലെങ്ത്തും ലൈനിന്റെ ആംഗിളും ആണ്. ഇനി രണ്ടാമത് 1ഉം 2ഉം 3ഉം ആണ് തരുന്നത്. ആംഗിൾ തരുന്നില്ല എന്ന് വിചാരിക്കാം. അതിന് പകരം എന്താ തരുന്നത്? എയുടെ ഡിസ്റ്റൻസും ബിയുടെ ഡിസ്റ്റൻസും ലൈനിന്റെ ലെങ്ത്തും ആണ്. ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഈ ലൈൻ തന്നെയാണ് വരയ്ക്കുന്നത്, പക്ഷെ ഞാൻ ഫോളോ ചെയ്യുന്ന സ്റ്റെപ്പ് വേറെയാണ്. നോക്കി, എക്സ് ലൈൻ വരച്ചു. എക്സ് ലൈൻ വരച്ചു. അപ്പൊ ആദ്യം ഞാൻ എ മാർക്ക് ചെയ്തു. തന്നിരിക്കുന്ന ഡിസ്റ്റൻസിൽ എ ഡാഷ് മാർക്ക് ചെയ്തു. എനിക്കിനി ആംഗിൾ അറിയില്ല. ഇൻക്ലൈൻഡ് ആയിട്ട് ലൈൻ വരയ്ക്കാൻ ആംഗിൾ അറിയില്ല. ഇവിടെ 4 തന്നതുകൊണ്ട് 4 വരച്ചു. ആംഗിൾ അറിയില്ല. അതിന് പകരം എന്താണ്? എൻഡ് ബിയുടെ ഡിസ്റ്റൻസ് ആണ് ഉള്ളത്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, അതായത് എൻഡ് എയുടെയും എൻഡ് ബിയുടെയും ഡിസ്റ്റൻസ് തരുമ്പോൾ ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത്. അപ്പൊ ഏതൊരു പ്രോബ്ലത്തിലും ആംഗിൾ തരുന്നതിന് പകരം എൻഡ് എയുടെയും എൻഡ് ബിയുടെയും ഡിസ്റ്റൻസ് തരുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ ആദ്യം നമ്മൾ എൻഡ് എ ഫിക്സ് ചെയ്യുന്നു തന്നിരിക്കുന്ന ഡിസ്റ്റൻസിൽ. എന്നിട്ട് എൻഡ് ബിയുടെ ഡിസ്റ്റൻസിൽ നമ്മൾ ഒരു ലോക്കസ് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഡയറക്റ്റ് ആയിട്ട് ബി ഡാഷ് മാർക്ക് ചെയ്യാതെ 3 എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ, ഞാൻ ലൈൻ വരച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. 2 എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ, അതായത് എൻഡ് ബിയുടെ ഡിസ്റ്റൻസിൽ ഒരു ലോക്കസ് വരയ്ക്കുക. എക്സ് ലൈന് പാരലായിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ഇനി ആ ലൈനിലേക്കാണ് നമുക്ക് തന്നിരിക്കുന്നത്, മൂന്നാം തന്നിരിക്കുന്ന ലൈനിന്റെ ലെങ്ത് ആണെങ്കിൽ കോമ്പസിൽ എടുക്കുക. ഇവിടുന്ന് ആ ലോക്കസിലേക്ക് ആർക്ക് കട്ട് ചെയ്യും. ഒന്നുകൂടി പറയാം. ഇവിടെ ആംഗിൾ തരാതെ എൻഡ് എയുടെയും എൻഡ് ബിയുടെയും
ലൈനിന്റെ ലെങ്ത്തും ആണ് തരുന്നെങ്കിൽ ചെയ്യേണ്ട കാര്യമാണ് പറഞ്ഞ ആദ്യം എൻഡ് എയുടെ ഡിസ്റ്റൻസിൽ എൻഡ് എയുടെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ എന്താ വെച്ചാൽ അത് മാർക്ക് ചെയ്യാം. എന്നിട്ട് എൻഡ് ബിയുടെ ഡിസ്റ്റൻസിൽ അതായത് ആ ഹൈറ്റിൽ നമ്മൾ ലോക്കസ് വരയ്ക്കണം. ബി ഡാഷ് മാർക്ക് ചെയ്യാതെ ആ ഹൈറ്റിൽ നമ്മൾ ഒരു ലോക്കസ് വരയ്ക്കുക. എക്സ്വലിന് പാരലായിട്ട് ലോക്കസ് വരയ്ക്കുക. ആ ലോക്കസിലേക്ക് ഇനി നമുക്ക് അറിയാവുന്ന ലെങ്ത് ആണെന്നുണ്ടെങ്കിൽ കോമ്പസിൽ ലെങ്ത് എടുത്തിട്ട് ആ എൻഡ് എന്ന് ആർക്ക് ആ ലോക്കസിലേക്ക് കട്ട് ചെയ്യാം. കണ്ടോ? ഇപ്പൊ ഇവിടെയും ഇൻക്ലൈൻഡ് ആയിട്ട് ലൈൻ വരച്ച് ഇവിടെയും ഇൻക്ലൈൻഡ് ആയിട്ടാണ് ലൈൻ വരച്ചത്. പക്ഷെ ഞാൻ ഫോളോ ചെയ്ത സ്റ്റെപ്പ് ഒന്ന് മാറിപ്പോയി. കാരണം തരുന്ന വാല്യൂ ഡിഫറെന്റ് ആയതുകൊണ്ട് ഞാൻ ഫോളോ ചെയ്ത സ്റ്റെപ്പ് എന്തായി? കുറച്ച് ഡിഫറെന്റ് ആയി. ഇനി 1ഉം 2ഉം 4ഉം ആണ് തരുന്നത്. ലെങ്ത് തരുന്നില്ല, പകരം ആംഗിൾ ആണ് തരുന്നത് എന്ന് വിചാരിക്കുക. അപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ഇത് തന്നെയാണ്. എക്സ് ലൈൻ വരച്ചു, എ ഡാഷ് മാർക്ക് ചെയ്തു, അതായത് നമ്പർ 1 എ ഡാഷ് മാർക്ക് ചെയ്തു. ഇനി ബിയുടെ ഡിസ്റ്റൻസിൽ ലോക്കസ് വരയ്ക്കുന്നു. ബിയുടെ ഡിസ്റ്റൻസിൽ ലോക്കസ് വരയ്ക്കുന്നു. നമുക്ക് ലെങ്ത് അറിയില്ല, പകരം ആംഗിൾ ആണ്. ആ ആംഗിൾ നമ്മൾ ഈ എ ഡാഷിന് എടുക്കും. എന്നിട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുക. ലോക്കസിൽ മീറ്റ് ചെയ്യുന്നത് അതായിരിക്കും ബി ഡാഷ്. കണ്ടോ? ഇവിടെയും ഇൻക്ലൈൻഡ് ആയിട്ടാണ് വരച്ചത്, പക്ഷെ നമ്മൾ ഫോളോ ചെയ്ത സ്റ്റെപ്പ് മാറിപ്പോയി. ഇനി ലാസ്റ്റ് വൺ 1ഉം 2ഉം മാത്രം തരുന്നു എന്ന് വിചാരിക്കും. അതായത് എയുടെയും ബിയുടെയും ഡിസ്റ്റൻസ് മാത്രമേ ക്വസ്റ്റിൽ തരുന്നുള്ളൂ എന്ന് വിചാരിക്കുക. അതായത് ലൈനിന്റെ ലെങ്ത്തും തരുന്നില്ല, ലൈനിന്റെ ആംഗിളും തരുന്നില്ല, പകരം എയുടെയും ബിയുടെയും ഡിസ്റ്റൻസ് ആണ്. പക്ഷെ ഈ എയുടെയും ബിയുടെയും ഡിസ്റ്റൻസ് മാത്രം തരുമ്പോൾ നമുക്ക് ഇൻക്ലൈൻഡ് ആയിട്ട് ലൈൻ വരയ്ക്കാൻ പറ്റില്ല. അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും വേണം. ആ അഡീഷണൽ ആയിട്ട് തരുന്നതാണ് എൻഡ് പ്രൊജക്ടർ ഡിസ്റ്റൻസ്. നിങ്ങൾ കേട്ട് കാണും, പ്രോബ്ലം ചെയ്തവർക്ക് അറിയാം. എൻഡ് പ്രൊജക്ടർ ഡിസ്റ്റൻസ്. എന്തിനാണ് ഈ എൻഡ് പ്രൊജക്ടർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്? ഇത് എയുടെ പ്രൊജക്ടർ, ഈ ലൈനെയാണ് എയുടെ പ്രൊജക്ടർ എന്ന് പറയുന്നത്. ഈ ലൈനെയാണ് ബിയുടെ പ്രൊജക്ടർ എന്ന് പറയുന്നത്. ഈ രണ്ട് പ്രൊജക്ടറും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് എൻഡ് പ്രൊജക്ടർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇത് ട്രൂ ലെങ്തോ അപ്പാരൽ ലെങ്തോ അല്ല, ഈ രണ്ട് പ്രൊജക്ടർ തമ്മിലുള്ള ഗ്യാപ്പ്, അതിനെയാണ് എൻഡ് പ്രൊജക്ടർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ 1ഉം 2ഉം മാത്രം തരികയാണെങ്കിൽ ആ ക്വസ്റ്റ്യനിൽ എന്തുണ്ടാവും? എൻഡ് പ്രൊജക്ടർ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടാവും. ഇപ്പൊ എക്സ് ലൈൻ വരയ്ക്കുന്നു, എ ഡാഷ് മാർക്ക് ചെയ്തു, അതായത് 1. ഇനി 2യുടെ ഹൈറ്റ് അറിയാം. നമ്മൾ ലോക്കസ് വരയ്ക്കുന്നതിന് പകരം എൻഡ് പ്രൊജക്ടർ ഡിസ്റ്റൻസ് എടുക്കുക. എ ഡാഷിന്റെ പ്രൊജക്ടർന്ന് എൻഡ് പ്രൊജക്ടർ ഡിസ്റ്റൻസ് എടുക്കുക. ഇവിടെ എല്ലാം നമുക്ക് ഹൈറ്റ് അറിയാമെങ്കിലും, ബിയുടെ ഹൈറ്റ് അറിയാമെങ്കിലും നമ്മൾ ലോക്കസ് വരയ്ക്കാനുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്? ബിയുടെ ഹൈറ്റ് മാത്രമേ അറിയുള്ളൂ. അത് ഏത് പോയിന്റ് നിന്നാണ് ആ ഹൈറ്റ് എടുക്കേണ്ടത് നമുക്ക് അറിയാത്തതുകൊണ്ടാണ് ഈ കേസിലും നമ്മൾ ലോക്കസ് വരച്ച്. പക്ഷെ എൻഡ് പ്രൊജക്ടർ ഡിസ്റ്റൻസ് വരുമ്പോൾ കൃത്യമായിട്ട് ഏത് പോയിന്റ് നിന്നാണ്, ഇപ്പൊ എൻഡ് പ്രൊജക്ടർ ഡിസ്റ്റൻസ് എക്സ് ലൈനിൽ എടുക്കുന്നു, അത് എൻഡ് ചെയ്യുന്ന പോയിന്റ് നിന്ന് കൃത്യമായിട്ട് നമുക്ക് ബി ഡാഷ് മാർക്ക് ചെയ്യാം. ഇത് കണക്ട് ചെയ്ത ഫ്രണ്ട് വ്യൂ ആയി. കണ്ടോ? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആ 2 സ്റ്റെപ്പാണ് നമ്മൾ ലൈൻസിൽ ഫോളോ ചെയ്യുന്നത്. കൂടാതെ ഓരോ ക്വസ്റ്റ്യനും ഡിഫറെന്റ് ആയിട്ട് തോന്നുന്നത് നമുക്ക് തരുന്ന വാല്യൂ, ഈ പറഞ്ഞ പോലെ ഈ 4 വാല്യൂയിൽ ഏതെങ്കിലും 3 വാല്യൂ ആയിരിക്കും മാറ്റി മാറ്റി തരുന്നത്. അപ്പൊ പറഞ്ഞു വന്നത് ഈ എൻഡ് പ്രൊജക്ടർ ഡിസ്റ്റൻസ് തരുമ്പോഴാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ടൈപ്പ് പ്രോബ്ലം ചെയ്യാൻ പറ്റും.